ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. എനിക്ക് പനിയാണ് ഗൈസ്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോൾ എനിക്ക് എന്തായാലും അവധിയാണ്, അപ്പോൾ ഇന്നൊരു പനി ദിവസത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പം നമുക്ക് ഇന്നത്തെ എൻ്റെ വീട്ടിലത്തെ ഒരു പനി ദിവസം കാണാം. ഓക്കെ, രാവിലെ എണീറ്റ് വന്നതേ ഉള്ളൂ. എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. കാരണം ഞാൻ ഇന്നലെ രാത്രി, എനിക്ക് പനി ആയതുകൊണ്ട് ഇന്നലെ രാത്രി ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ എണീറ്റ് വന്നുള്ളൂ. അപ്പോൾ നമുക്ക് പല്ലൊക്കെ തേച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കണം. അമ്മ ഇന്ന് രാവിലെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല, അപ്പോൾ എനിക്കിനി എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വേണം കഴിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മളിതാ പല്ലൊക്കെ തേച്ച് ഫ്രഷ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് അടിച്ച് വാരി ഒന്ന് വൃത്തിയാക്കണം. ഭയങ്കരമായിട്ട് പണിയൊന്നുമില്ല. ഓൾറെഡി നമ്മളെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കി ഇട്ടേക്കണേയാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അടിച്ചു വാരണം. പിന്നെ കുറച്ച് തുണി വിരിച്ചിടാനുണ്ട്. അമ്മ അലക്കിയിട്ടെടുത്ത് മേലെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വിരിച്ചിടണം. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, കഴിക്കണം. നല്ല വിശപ്പുണ്ട്, കാരണം ഇന്ന് രാത്രി നമ്മളൊന്നും കഴിച്ചിട്ടില്ല. അപ്പം നമുക്ക് ബാക്കി പണിയിലേക്ക് പോയാലോ. അപ്പോൾ ദേ ആ ഒരു സെറ്റ് താഴത്ത് അടിച്ചു വാരി കഴിഞ്ഞു. ഇനി നമുക്കിത് അച്ഛൻ രാവിലെ തുണി മേളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ ഒരു കൊട്ട തുണി ഫുള്ള് നമുക്ക് വിരിക്കണം. കാണിച്ചത് ഇവിടെ പന്നി അപ്പോൾ മോൻ കാണിക്കില്ല ഗൈസ്. അടുത്ത വിശിഷ്ട വ്യക്തി മിയാ മ്യാവ് മ്യാവ് മ്യാവ്. ഓക്കെ, അപ്പം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. മേലത്തെ പണിയെല്ലാം കഴിഞ്ഞു. തുണി വിരിച്ചു, പൂച്ചയ്ക്ക് തീറ്റ കൊടുത്തു, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ 2 ദിവസമായിട്ട് ഞാൻ ഇലയുടെ ഉണ്ടാക്കണം എന്ന് കരുതായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതുകൊണ്ടിട്ട് ഇന്നലെ നമ്മുടെ ഓഫീസിൻ്റെ താഴെയുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇടിയപ്പം അപ്പം ഒക്കെ ഉണ്ടാക്കുന്ന പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഡബിൾ ഹോൾസിൻ്റെ ആണ്. പിന്നെ നമ്മൾ ശർക്കരയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് ഇലയുടെ, പിന്നെ തേങ്ങ ഇരിപ്പുണ്ട്, ഇത് രണ്ടും വെച്ചിട്ട് ഇലയുടെ ഉണ്ടാക്കാം എന്നാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് ഇല
അപ്പോൾ അടയുടെ പരിപാടി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുളിച്ചിട്ട് വന്നാലോ, എന്നിട്ട് കഴിക്കാം. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അട നോക്കിയാലോ. എന്തായെന്ന് അറിയത്തില്ല, നമ്മൾ വിചാരിച്ച പോലെ ആയിട്ടുണ്ടോ എന്നൊന്നും അറിയത്തില്ല. എനിക്ക് തോന്നുന്നത് കുറച്ച് വെള്ളം കൂടി പോയിട്ടുണ്ടായിരുന്നു മാവിൽ. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. പിന്നെ മധുരവും കുറച്ച് കൂടുതലായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ലാസ്റ്റ് വന്ന ശർക്കരയുടെയും പഞ്ചാരയല്ലല്ലോ തേങ്ങയുടെ മിക്സ് ഞാൻ കുറച്ച് കഴിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. മധുരം കുറച്ച് മുന്നിലുണ്ടായിരുന്നു. പക്ഷെ അത് ഫില്ലിങ്സ് ഒക്കെ ഇത് വെച്ചിട്ടുള്ളത് കൊണ്ട് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ കഴിച്ചു നോക്കാം. അപ്പോൾ നേരം 11 മണിയായി. ഇനിയിപ്പോൾ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ കഴിക്കാൻ പോകണം. എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. വെള്ളം കൂടിപ്പോയി, ഞാൻ പറഞ്ഞത് ശരിയാണ്. എന്തില്ലാന്ന് തോന്നുന്നു. ഈശ്വര, ഇപ്പൊ പനി മാത്രമേ ഉള്ളൂ. ഇനി എനിക്ക് വേറെ എന്തെങ്കിലും കൂടെ വരുമോ? നല്ല ചൂടുണ്ട്. കുഴപ്പമില്ല, കുറച്ച് കുഴഞ്ഞു പോയി, കുറച്ച് വെള്ളം കൂടിപ്പോയി എന്ന് മാത്രമേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്യാം. കുഴപ്പമില്ല, നല്ല അടയാ. കഴിക്കാം. ഇപ്പതേ ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ മൂവി കാണാൻ വേണ്ടി പോവാണ്. ഓഫീസറാണ് കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് 1 കിലോമീറ്ററിൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കണം. ഈ പനിയായിട്ട് എനിക്കിത് എന്തിൻ്റെ കേടാണെന്ന് അറിയില്ല. പക്ഷെ എന്നാലും ഞാൻ വിചാരിച്ചു ഓഫീസർ കാണാം. നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴൊക്കെ പോകാൻ പറ്റും. അല്ലാണ്ട് ഞാനങ്ങനെ എപ്പോഴും സിനിമയ്ക്ക് അങ്ങനെയൊന്നും പോകുന്ന കൂട്ടത്തിലല്ല. വല്ലപ്പോഴും മാത്രമേ പോകാനുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടാറുള്ളൂ. അപ്പോൾ ഞാൻ നല്ല വെയിലാണ്. ഞാനാണൊരു കുട പോലും എടുത്തിട്ടില്ല. ആകെ ഒരു പേഴ്സ് മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വെയിലത്ത് നമ്മളൊരു 10-15 മിനിറ്റ് നടക്കാനുണ്ട് ബസ് സ്റ്റോപ്പിലേക്ക്. ബസ് സ്റ്റോപ്പിൽ ചെന്നിട്ട് വേണം ഇനിയിപ്പോൾ പോയി നമുക്ക് സിനിമ കാണാം. As doctors, ഹായ്. അപ്പോൾ അതേ നമ്മൾ വൈകിട്ട് തട്ടേക്കാട് അമ്പലത്തിൽ നമ്മുടെ തട്ടേക്കാട് മഹാദേവ ടെമ്പിളിൽ പോവാണ് കേട്ടോ. നമുക്കിന്ന് ശിവരാത്രി ആയതുകൊണ്ട് അപ്പോൾ അവിടെ കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അച്ഛനും അമ്മയ്ക്കും ബലി ഇടാനുണ്ട്. അപ്പോൾ രാവിലെ വെളുപ്പിനെ തന്നെ ആകുമ്പോൾ ഒരുപാട് തിരക്കില്ലാണ്ട് നമുക്ക് ബലിയിടാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടിട്ട് ഞങ്ങൾ വൈകിട്ട് പോവുകയാണ്. അവിടെ എന്തോ നാടൻ പാട്ടോ കാര്യങ്ങൾ കുറച്ച് കലാപരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് ഇന്ന് രാത്രി ശിവരാത്രി നമ്മൾ ഉറക്കം ഉളച്ചിരിക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ശിവരാത്രി നമ്മൾ ഇന്ന് ഉറക്കം ഉളച്ചിരുന്ന് ഫുൾ പ്രോഗ്രാംസും കാണാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമുക്ക് അമ്പലത്തിൽ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ദേവിക